അഞ്ചാം പന്ത് യുവിയുടെ ബാറ്റിൽ നിന്നും ഉയർന്നു പൊങ്ങി മിഡ് വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും അതിർത്തി കടക്കുന്നു. ആറാമത്തെയും അവസാനത്തെയും പന്ത് ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടന്നതോടെ കമന്ററി ബോക്സിൽ നിന്നും രവിശാസ്ത്രി ആർത്ത് വിളിക്കുകയായിരുന്നു. അന്നത്തെ ഓരോ പന്തിനുമുള്ള രവിശാസ്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ആദ്യ പന്ത് സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ദാറ്റ്സ് ഹ്യൂജ്, ദാറ്റ്സ് എ ബിഗി, ഇറ്റ്സ് ഔട്ട് ഹിയർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്ററി. രണ്ടാം പന്തും സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ 6 more, ജസ്റ്റ് എ ഫ്ലിക്ക് ഓഫ് ദ റിസ്റ്റ് എന്നായിരുന്നു. മൂന്നാം പന്ത് അതും സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ദിസ് ഇസ് ഇൻ ദി എയർ അഗെയിൻ, ക്ലിയേഴ്സ് ലോങ് ഓഫ് 3 in a row. പിന്നീട് നാലാം പന്തും സിക്സറിലേക്ക് എത്തിയപ്പോൾ ഇറ്റ്സ് 4 in a row. പിന്നീട് അഞ്ചാമത്തെ പന്തും സിക്സറിലേക്ക് ഇറങ്ങിയപ്പോൾ 5 yes 30 with 1 ball to go in the over എന്നായിരുന്നു. ആറാമത്തെ പന്തും സിക്സറിലേക്ക് എത്തിയപ്പോൾ ആൻഡ് ഹി ഹാസ് പുട്ട് ഇറ്റ് അവേ ഓർ ഹാസ് ഹി യെസ് ഇൻടു ദി ക്രൗഡ് എന്നായിരുന്നു. കാണികളെ ആവേശം കൊള്ളിച്ച രവിശാസ്ത്രിയുടെ കമന്ററി തല കുമ്പിട്ട് നിൽക്കുന്ന സ്റ്റുവർട്ട് ബ്രോഡ്, സംഹാര രുദ്രനായി യുവി. റിവെഞ്ച്, the sweetest morsel to the mouth that ever was cooked in hell. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയായിരുന്നു കപ്പ് നേടിയത്. നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന്റെ ഉദയം, യുവരാജ് സിംഗിന്റെ ബ്രോഡിനെതിരെ ഒരു ഓവറിൽ അടിച്ചുകൂട്ടിയ 6 സിക്സറുകൾ, പാകിസ്ഥാനെതിരെയുള്ള ബോൾ ഔട്ട്, ജോഗീന്ദർ ശർമ്മയുടെ ഫൈനലിലെ അവസാനം മിസ്ബൗളിലൊക്കെ അടിച്ച പന്ത്, ഇന്ത്യ ശ്രീശാന്ത് ടേക്സ് ഇറ്റ്, ഇന്ത്യ വിൻ. അങ്ങനെ ഓർമ്മിക്കാൻ നിരവധി സംഭവങ്ങളുള്ള ഒരു കപ്പായിരുന്നു അത്. അതിൽ കൂട്ടത്തിൽ തലയെടുപ്പുള്ള ഓർമ്മയായി ഈ 6 sixes in a over എന്ന യുവരാജിന്റെ ഈ മാസ്മരിക പ്രകടനവും. സത്യത്തിൽ ആ ലോകകപ്പിന് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസുകൾ ഏറെ ഉണ്ടായിരുന്നു. നിരവധി സീനിയർ താരങ്ങൾ വിട്ടുനിന്ന ആ ടൂർണമെന്റിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇന്ത്യയെ നയിച്ചത്. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു അന്ന്. 4 മാസത്തോളം മത്സരങ്ങളുമായി മാറി നിൽക്കേണ്ടി വരുമെന്നതിനെ തുടർന്ന് സച്ചിനും രാഹുൽ ദ്രാവിഡും അടക്കമുള്ള താരങ്ങൾ 2020 ലോകകപ്പിൽ നിന്നും അന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ആദ്യമായി നടന്ന 2020 ലോകകപ്പിനെ കുറിച്ച് യുവരാജ് സിംഗ് തന്നെ പിന്നീട് തൻ്റെ ഓർമ്മകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ ഓർമ്മകളിലൊന്ന് തൻ്റെ ക്യാപ്റ്റൻസി ആഗ്രഹങ്ങളും സഹീർ ഖാൻ അയച്ച ചില രസകരമായ മെസ്സേജുകളും ഒക്കെ ആ ഓർമ്മകളിലുണ്ടായിരുന്നു. അന്ന് ടീമിനെ നയിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ സെലക്ടർമാർ ധോണിയെയാണ് തിരഞ്ഞെടുത്തത് എന്നും യുവരാജ് പിന്നീട് ആ ഓർമ്മകളെക്കുറിച്ച് പറയുകയുണ്ടായി. കൂടാതെ 2020 ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയ അന്നും ഇന്ത്യ കപ്പ് നേടിയ ദിവസവും പേസറായിരുന്ന, ടീമിലെ ഏറ്റവും പ്രധാന ബോളറായിരുന്ന സഹീർ ഖാൻ അയച്ച 2 മെസ്സേജുകളെക്കുറിച്ചും യുവരാജ് പിന്നീട് ഓർമ്മകൾ അയവിറക്കുകയുണ്ടായി. ആ ഓർമ്മകൾ ഇങ്ങനെയായിരുന്നു. 2020 ലോകകപ്പിൽ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയുമെല്ലാം കളിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇവർക്ക് പുറമെ സഹീർ ഖാനും അന്ന് വിശ്രമം ചോദിച്ചു വാങ്ങുകയുണ്ടായി. ഏകദിന ലോകകപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ സമയമായിരുന്നു അത്. പിന്നാലെ 2 മാസം നീളുന്ന ഇംഗ്ലീഷ് പര്യടനവുമുണ്ട്. കൂടാതെ സൗത്ത് ആഫ്രിക്ക, അയർലാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള 1 മാസത്തെ പര്യടനവുമുണ്ട്. ഇതിനെല്ലാം പുറമെ 1 മാസത്തോളം 2020 ലോകകപ്പ് മത്സരങ്ങളും. എല്ലാ പരമ്പരകൾക്കും കൂടി 4 മാസത്തോളം നാട്ടിൽ നിന്നും മാറി നിൽക്കണമെന്നായിരുന്നു അന്നത്തെ കണ്ടീഷൻ.